കുറച്ച് വൈകിപ്പോയി എന്നറിയാം. എന്നാലും സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വോളിയം 1 കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ നിങ്ങൾക്കറിയാലോ, ഏതൊരു നല്ല സീരീസിനും ലാസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു കേസാണ്. ഈ ലാസ്റ്റ് സീസൺ വരുമ്പോൾ തൊലച്ച് കളഞ്ഞാൽ ഇഷ്ടം പോലെ സീരീസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതുവാണെങ്കിൽ നമ്മൾ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ കാര്യം പറയാം, സ്ക്വിഡ് ഗെയിംസിൻ്റെ കാര്യം പറയാം. ഈ അവസാനം കൊണ്ടുപോയി കാലവിട്ട് കൊടുക്കൽ സ്ഥിരമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ വേസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ ഞാൻ പ്രതീക്ഷയിൽ നിന്നും എത്രയോ മികച്ചതായിട്ട് നല്ല വെടിപ്പായിട്ട് തന്നെ ഇവർ സീസൺ 5 ഫസ്റ്റ് വോളി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വോളി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 എപ്പിസോഡാണ്. ഇനി 4 എപ്പിസോഡും കൂടി ഉണ്ട്. അതിൽ 3 എപ്പിസോഡ് ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഇറങ്ങും. ബാക്കിയിലെ ഒരു എപ്പിസോഡ് ഡിസംബർ 31 രാത്രിക്ക് ഇറങ്ങൽ. ഇപ്പോൾ കണ്ട 4 എപ്പിസോഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇവർ നല്ലൊരു പോക്ക് തന്നെയാണ് പോകുന്നത്. ഓരോ എപ്പിസോഡിൻ്റെ ടൈം 1 മണിക്കൂറിൽ മുകളിലുണ്ട് അറിഞ്ഞു തന്നെ പണി പാളാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഓരോ എപ്പിസോഡിനും വേണ്ട ടൈം മാത്രമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ 1 മണിക്കൂറായാലും 1.5 മണിക്കൂറായാലും സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷയം തോന്നിയിട്ടില്ല. ഒരു ലാഗ് പോലും എവിടെയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് 4ാമത്തെ എപ്പിസോഡ് അതൊരു കിടിലൻ എപ്പിസോഡായിരുന്നു. അതിലത്തെ അവസാനത്തെ ഒരു പരിപാടിയൊക്കെ പൊളി. നിങ്ങൾ 5ാം സീസൺ ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ കണ്ടു തുടങ്ങിക്കോ. നല്ല പൊളപ്പനായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. 5ാമത്തെ എപ്പിസോഡാണ് സത്യം പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വോളിയം 2 വരുമ്പോൾ കാണാം. ബൈ.